നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പൊതുപ്രവർത്തകനായ AK സുൽത്താൻ പറയുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ ചികിത്സയ്ക്കായി കിടക്കുകയാണ്. ഫാനുകൾ ചിലത് വർക്ക് ചെയ്യുന്നില്ല. മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായതെന്ന് പറയുന്നു. മാത്രമല്ല, ബാത്റൂമിൻ്റെ കുറ്റികൾ പലതും പ്രവർത്തിക്കുന്നില്ല. വൻമരം ആശുപത്രിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. മഴക്കാലമായതിനാൽ കാറ്റത്ത് ആടിയുലഞ്ഞ് മരം വീഴുകയോ കൊമ്പുകൾ പൊട്ടി വീഴുകയോ ചെയ്താൽ അപകടം ഉറപ്പാണെന്നും അദ്ദേഹം ആവലാതിപ്പെടുന്നു. മാത്രമല്ല, ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമർ ഒരുപക്ഷെ മരം വീണാൽ അപകടം പൊട്ടിത്തെറിയോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ ആവലാതിയിലാണ്. എന്നാൽ ഇതേക്കുറിച്ച് ആശുപത്രിയിലെ ഡോക്ടർ ഗീത, ചീഫ് മെഡിക്കൽ ഓഫീസർ, പറയുന്നു ഇതിനുള്ള നടപടികൾ ആയിട്ടുണ്ട്. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ നേരിൽ ഇവിടെ കിടപ്പ് രോഗിയായി ഞാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. 29 ജൂൺ 2024 ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞുള്ള 3 മണിക്ക് പുരുഷന്മാർ കിടക്കുന്ന വാർഡിൻ്റെ മേൽക്കൂരയുടെ സിമൻറ്റ് കോൺക്രീറ്റ് താഴേക്ക് അടർന്നു വീഴുകയുണ്ടായി. ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നെങ്കിൽ എല്ലാവരും ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആരുടെയും ശരീരത്തിലോ തലയിലോ വീണ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനു മുമ്പും പുരുഷന്മാർ കിടക്കുന്ന വാർഡിലെ തൊട്ട റൂമിൽ ഇതേപോലെ മേൽക്കൂര ഇളകി നിലം പതിച്ചിരുന്നു. അന്നും തലയുടെ തൊട്ട് താഴ്ഭാഗത്താണ് ആ പീസുകളെല്ലാം വീണെങ്കിലും ആർക്കും അപകടം പറ്റിയില്ല. ഇതിൻ്റെ കാരണങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വേറൊരു രോഗിയെ കാണുന്നതിന് വേണ്ടി മാസങ്ങൾ മുമ്പ് ഇതേ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വന്നപ്പോൾ ഇവിടുത്തെ ശോചനീയാവസ്ഥ ഞാൻ ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കലക്ടറും അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് മുമ്പിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അന്നും തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരല്പം ഫണ്ട് അഡ്വക്കേറ്റ് ശാന്തകുമാരിയൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഫണ്ട് അലോക്കേഷൻ ഉണ്ടായി. TN കണ്ടമുത്തൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി കൂടിയാലോചന നടത്തി ഇവിടെ രോഗികളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു യോഗം സംഘടിപ്പിച്ച് അവരുടെ അവശതകളെക്കുറിച്ച് നേരിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തനോട് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ തെറാപ്പിസ്റ്റിനെ ഒരാളെ നിയമിക്കുകയും ഉണ്ടായത്. അതുപോലെ തന്നെ രോഗികൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയായിരുന്നു. വീൽ ചെയർ ഉണ്ടെങ്കിൽ തന്നെ മുകളിലോട്ട് കടത്താൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു മുൻകാലങ്ങളിൽ. ഈ കൊടുത്ത നിവേദനത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് രോഗികളെ പുറത്തുനിന്നും അകത്തേക്ക് കൊണ്ടുവരാനും പുറത്തുനിന്ന് താഴത്തേക്ക് ഇറക്കാനും ഒക്കെ ഒരു സൗകര്യം, ചെറിയ റാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് റാമ്പ് ചെയറിൽ. അതിനുശേഷം ഒരു എക്സ്ട്രാ യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് ആവശ്യമായ എക്സ്ട്രാ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറായെങ്കിലും ഇപ്പോൾ വന്നപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞ റൂമിൽ എക്സ്ട്രാ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ മൊത്തം
കിടക്കുന്ന 50 പേർക്കാണ് ജനറൽ വാർഡിലുള്ളത്. 10 ജനതാ പേ വാർഡ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KHRWSൻ്റെ 7 പേ വാർഡുമാണുള്ളത്. ഇവിടെ 2 മുറികളിലായിട്ട് പുരുഷന്മാർ 19 20 പേരും പുറകു ഭാഗത്തായിട്ട് പരാതിയിൽ 4 പേർക്കും മൊത്തം 24 പേർക്കാണ് കിടപ്പ് രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളത്. ഈ 24 രോഗികൾക്കും കൂടെ ശൗചാലയത്തിൻ്റെ കാര്യം വളരെ മോശമാണ്. 2 ഭാഗത്തും കൂടെയുള്ള 8 ശൗചാലയത്തിൽ 4 ശൗചാലയം തീരെ പ്രവർത്തിക്കുന്നില്ല. 24 പേർക്കും കൂടെ ആകെ 4 ശൗചാലയമുള്ളിൽ തന്നെ 2-3 ശൗചാലയത്തിൽ ലോക്കില്ല, ബക്കറ്റില്ല, അതുപോലെ തന്നെ മഗ്ഗില്ല. ഇതൊക്കെ തന്നെ പരിതാപകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രോഗികൾക്ക് കുളിമുറി എന്ന് പറയത്തക്ക 24 പേരുടെയും ഒഴിച്ചിലും പിഴിച്ചിലും ധാരയും കഴിഞ്ഞാൽ ഒരു കുളിമുറി വിത്ത് ടോയ്ലറ്റോടുകൂടി മാത്രമാണുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ അധികാരികളും തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ മുൻഭാഗത്ത് കാണുന്ന ട്രാൻസ്ഫോർമർ KSEBയുടേത്, അതിന് തൊട്ട് തന്നെ ഏതാണ്ട് 10-40 വർഷത്തോളം പഴക്കം തോന്നത്തക്ക രീതിയിൽ ഒരു ഉങ്ങുമരവുമുണ്ട്. ആ ഉങ്ങുമരത്തിൻ്റെ അടുത്താണ് KSEBയുടെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ളത്. മഴക്കാലമാണ്, ഏത് സമയത്തും കൊമ്പുകൾ പൊട്ടി വീഴാനോ മരം വീഴാനോ സാധ്യതയുണ്ട്. അതെങ്ങാനും പൊട്ടി ട്രാൻസ്ഫോമറിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകുകയും അതിലൂടെ മനുഷ്യജീവന് അപകടമുണ്ടാകുകയും ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. റോഡിൻ്റെ പുറത്താണെങ്കിൽ PWD റോഡിൽ കൂടെ ധാരാളം വാഹനങ്ങൾ പോകുന്ന സ്ഥലം, മതിലിനപ്പുറം ഫ്രൂട്ട്സ് കച്ചവടം ചെയ്ത കച്ചവടക്കാരും മറ്റുമുണ്ട്. തൊട്ടടുത്ത് തന്നെ വനിതാ ക്യാൻറ്റീനുണ്ട്. ഇതിലൊക്കെ അപകടം വരത്തക്ക രീതിയിലുള്ളതുകൊണ്ട് എത്രയും വേഗത്തിൽ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണം. അതല്ലെങ്കിൽ ഉങ്ങുമരം വെട്ടിമാറ്റണം. മനുഷ്യജീവന് അപകട ഭീഷണിയുള്ള കാര്യം അധികാരികൾ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വനിതാ ക്യാൻറ്റീൻ ഉള്ളതാവട്ടെ വളരെയധികം ശോചനീയ അവസ്ഥയാണ് വനിതാ ക്യാൻറ്റീൻ. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച് 11,500 രൂപ പ്രതിമാസം വാടക കൊടുക്കുന്നു എന്നാണ് വനിതാ ക്യാൻറ്റീൻ ടെൻഡറിൽ ഏറ്റെടുത്ത ഉടമ പറഞ്ഞത്. അതിനകത്ത് മുഴുവൻ മഴക്കാലത്ത് ചോർന്നൊലിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ആ ക്യാൻറ്റീനിൽ ചായ കഴിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടി കിടപ്പ് രോഗികൾ തുടങ്ങി കൂട്ടിരിപ്പുകാർ തുടങ്ങി ഇവിടെയുള്ള ഡോക്ടർമാരും സ്റ്റാഫുകളും മറ്റും പോകുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു സൗകര്യമില്ല. അത്ര കൺജസ്റ്റഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻപിൽ ആയുർവേദ ആശുപത്രിയുടെ ഉൾഭാഗത്ത് ഏറ്റവും മുന്നിലായിട്ട് വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ് കുറേ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ ആ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തിനൊക്കെ ഒന്ന് നിരപ്പാക്കി അവിടെയൊക്കെ സ്ലാബുകളൊക്കെ പതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി കാണാൻ നല്ല വൃത്തിയായിരിക്കും. പിന്നെ ഇവരുടെ ജീവനക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ താൽക്കാലിക ജീവനക്കാർ 9 പേരാണുള്ളത്. തെറാപ്പിസ്റ്റ് 1 ഉള്ളൂ. ചുരുങ്ങിയ 4 തെറാപ്പിസ്റ്റുകളും വേണം. ഇപ്പം താൽക്കാലികമായ ഒരു തെറാപ്പിസ്റ്റിനെ നിയമിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 13 വർഷത്തോളം താൽക്കാലികമായി ജില്ലാ പഞ്ചായത്ത് നിയമിച്ച ഈ ജീവനക്കാർ ഇവിടെ താൽക്കാലിക ജീവനക്കാരായി തന്നെ തുടരുകയാണ്. അവർക്ക് ദിവസവേതനം 320 രൂപയാണ് തുടക്കത്തിൽ കൊടുത്തത്. ഇപ്പോൾ 13 വർഷം കഴിഞ്ഞ ഒരാൾ പറഞ്ഞ് എനിക്ക് 525 രൂപ മാത്രമാണ് ഇപ്പോൾ പരമാവധി ലഭിക്കുന്നത്. അതേസമയം സർക്കാർ മേഖലയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ചുരുങ്ങിയ വേതനം 625 രൂപ ഇപ്പോൾ കൊടുത്ത് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ ആവശ്യപ്പെട്ടിട്ട് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ താൽക്കാലിക ജീവനക്കാർ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും
മനുഷ്യാവകാശ കമ്മീഷനും കത്ത് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാലക്കാട് ആയുർവേദ ആശുപത്രിയുടെ ശോചനീയ വ്യവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനും മറ്റ് സർക്കാർ മേഖലയിലുള്ള ജീവനക്കാർക്ക് കൊടുക്കുന്ന വേതനം ഇവർക്ക് നൽകുന്നതിനും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിന്നും കിടപ്പ് രോഗികൾക്ക് വരെ മരുന്ന് പൂർണ്ണമായും ലഭിക്കുന്നില്ല. OP-യിലും IP-യിലുമുള്ള പലർക്കും പല മരുന്നുകളും ഇവിടെ കിട്ടാത്തതുകൊണ്ട് പുറമേ നിന്ന് വാങ്ങുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് മെഡിസിപ്പുണ്ട്, പെൻഷൻകാർക്കും മെഡിസിപ്പുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർക്ക് ആയുർവേദ മരുന്നുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ലും വൗച്ചറുകളെല്ലാം കൊടുത്താൽ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പെൻഷൻകാർക്ക് മെഡിസിപ്പിന് പ്രതിമാസം 500 രൂപ സർക്കാർ പിടിക്കുന്നുണ്ടെങ്കിലും ഇവിടെ എൻ്റെ അനുഭവത്തിൽ ഞാനിവിടെ കിടന്നിട്ട് എനിക്കിപ്പോഴും മെഡിസിപ്പിനെ സംബന്ധിച്ചിട്ട് ആനുകൂല്യം ഇല്ല എന്നുള്ള കാര്യത്തിന് ഞങ്ങൾ നിവേദനം നൽകിയെങ്കിലും സർക്കാർ അത് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും അവശ്യ മരുന്നുകൾ ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്നും മരുന്ന് വാങ്ങി പണം കൊടുത്ത് വാങ്ങുകയാണ്. അതുകൊണ്ട് ഈ പെൻഷൻകാർക്ക് കൂടി മെഡിസിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സർക്കാർ തയ്യാറാവും. അടിയന്തര സ്വഭാവമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ ഇവിടെ ചുടുവെള്ളത്തിന് ഇവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ പേരിൽ 10 രൂപയും ഇവിടെ തെറാപ്പിക്കിന് പഞ്ചകർമ്മ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രോഗികളിൽ നിന്ന് 20 രൂപയും വസൂലാക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം ചിറവുകൾ എന്ന സംഘടനയുടെ സൗജന്യമായിട്ട് കാലത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണം, ഒന്നുകിൽ ഉപ്പുമാവോ അല്ലെങ്കിൽ ഇഡലിയോ എന്തെങ്കിലുമൊക്കെ അവർ നൽകുന്നുണ്ട്. ആഴ്ചയിൽ ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങളിൽ. ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ഒരു കപ്പ് പാല് 2-2.5 ഗ്ലാസ് വരെയുള്ളതും ബ്രെഡും മുട്ടയും ഒക്കെ വിതരണം ചെയ്യുന്ന രോഗികൾക്ക് ഇപ്പോൾ കിട്ടുന്നത് കഷ്ടിച്ച് 1 ഗ്ലാസ് പാലും ഒരു റവ കൊണ്ടുള്ള ചെറിയ ഉപ്പില്ലാത്ത ഒരു കാച്ചിയതും അതുപോലെ തന്നെ ഉപ്പില്ലാത്ത കഞ്ഞി, ഉപ്പില്ലാത്ത പയറൊക്കെ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും പോഷക ഗുണമുള്ള ആഹാരമായി രോഗികൾ കിട്ടില്ല. അവർക്ക് ആവശ്യമായ വിറ്റാമിൻ B1, B12, B6, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, പ്രോട്ടീൻസ് തുടങ്ങിയ ആഹാരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസാല ഇല്ലാത്തതാണെങ്കിലും ഉപ്പും പഞ്ചസാര ഇല്ലാത്തമായ ആഹാരങ്ങൾ രോഗികൾക്ക് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാവണം. ആരോഗ്യമുള്ള ജനതയാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന ആപ്തവാക്യം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആവശ്യമായ ഫണ്ട് നീക്കി വയ്ക്കാതെ രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാൻ വയ്യ. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നതിന് വേണ്ടി നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ ജില്ലാ കളക്ടറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റെയും പത്രങ്ങൾ വരുന്ന റിപ്പോർട്ടും കൂടി ചേർത്തുകൊണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങളുടെ മുഴുവൻ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി പരാതികൾ ഇവിടെ രോഗികൾ പറയുന്നുണ്ട്. അതായത് മേൽക്കൂരയുടെ ഇടിഞ്ഞു വീണു, പിന്നെ പറയുന്നത് ബാത്റൂമിൽ കുറ്റിയില്ല, കൊതുക് ശല്യം, ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ട്രാൻസ്ഫോമറിൻ്റെ അവിടെ മരം നിൽക്കുന്നു, അത് അപകടമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതെ, കെട്ടിടം കാലപ്പഴക്കം മൂലം പ്ലാസ്റ്റിക് കുറേശ്ശെ അടരുന്നതാണ്. അത് ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ആൾക്കാരും വന്ന് നോക്കിയിട്ടുണ്ട്. അവർ ഇനി വരുന്ന പ്രോജക്റ്റിൽ അതിന് മെയിൻ്റനൻസിൻ്റെ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യും, അടുത്ത് തന്നെ ചെയ്യും. അത് പിന്നെ ശൗചാലയ സൗകര്യങ്ങളാണ് പിന്നീടുള്ളത്. ശൗചാലയ സൗകര്യങ്ങൾ നമ്മൾ ഇപ്പം എത്രയോ പ്രാവശ്യമായി റിപ്പയർ ചെയ്യുന്നു. ഇത് ആൾക്കാരുടെ മിസ്യൂസ് കൊണ്ട് തന്നെയാണ് ചെറിയ അപാകതകൾ പറ്റുന്നത്. കുറ്റിയും പോവും, പുറത്ത് പോവും, ഇതൊക്കെ അവർ തന്നെ അത് ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട്, കംപ്ലൈൻറ്റ് പറയുമ്പോൾ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് പിന്നെ അടുത്ത കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് റിപ്പയർ ചെയ്യുക, വീണ്ടും ആൾക്കാർ അത് സൂക്ഷിക്കാതെ കേടുവരിക. അതാണ്. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളിൽ അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ മരം അപകട ഭീഷണിയാന്ന് പറയുന്നുണ്ട്. വലിയൊരു മരമാണ്, അപ്പോൾ അത് അപകടമാണ്. പിന്നെ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ട്രാൻസ്ഫോമറിലേക്ക് വീണാൽ അപകടം ഉണ്ടാവുമെന്നൊക്കെ പൊതുജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത്? ട്രാൻസ്ഫോർമറിലേക്ക് തട്ടുന്ന മരച്ചില്ലകളൊക്കെ ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ മരത്തിൻ്റെ അപകടകരമായ ചില്ലകൾ മുറിക്കാൻ ജില്ലാ പഞ്ചായത്ത് അനുമതി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ PWD ആയിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ട്രാൻസ്ഫോർമർ ബാക്കിൽ പുതിയ കെട്ടിടത്തിൻ്റെ അവിടേക്ക് മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്റ്റ് വെക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ട്രാൻസ്ഫോർമറും മാറും. മരത്തിൻ്റെ അപകടകരമായി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകൾ മരം മുറിക്കില്ല, അപകടകരമായ ചില്ലകളൊക്കെ മുറിച്ചു മാറ്റും.